equation of state for gases. Now we will see what is ideal gas or perfect gas. An ideal gas is a theoretical gas composed of many randomly moving point particles whose only interaction are perfectly elastic collisions. അതായത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഗ്യാസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് പോയിന്റ് പാർട്ടിക്കിൾസ്. പോയിന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇല്ലാത്ത പോയിന്റ്സ് ആണ്. ഹാവിങ് മാസ് മാത്രമുള്ള വോളിയം ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ് പോയിന്റ് പാർട്ടിക്കിൾസ്. ദേ ആർ മൂവിങ് റാൻഡംലി ആൻഡ് ദെയർ ഓൺലി ഇൻട്രാക്ഷൻ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫറോ മൊമെന്റം ട്രാൻസ്ഫറോ ഇല്ലാത്ത കൊളീഷൻസ് ആണ് ഇലാസ്റ്റിക് കൊളീഷൻസ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് റാൻഡംലി മൂവിങ് പോയിന്റ് പാർട്ടിക്കിൾസ് വിത്ത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻസ് whose interaction is only perfectly elastic collision. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെയാണ് ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. Most of the real gases, nitrogen, oxygen, hydrogen, noble gases, etc. are treated as ideal gas. ഈ ഗ്യാസസ് മോണോറ്റോമിക് ഗ്യാസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. Nitrogen, N2, oxygen, hydrogen and noble gases like argon, helium, etc. They can be treated as ideal gas. ഇവയെ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആയി ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവ മറ്റുള്ള മോളിക്യൂൾസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറവായിരിക്കും. അതിനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറയാം. എ ഗ്യാസ് ബിഹേവ്സ് മോർ ലൈക്ക് ideal gas at high temperature and low pressures. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതായത് ഇൻട്രാക്ഷൻസ് കുറവ് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. അതേപോലെ ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവായിരിക്കും. അതുകൊണ്ട് ഇൻട്രാക്ഷൻ ഓരോ മോളിക്യൂൾസും മറ്റുള്ള മോളിക്യൂൾസിൽ നിന്ന് ഡിസ്റ്റൻസിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻട്രാക്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഗ്യാസിനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഗ്യാസ് ബിഹേവ്സ് മോർ ലൈക്ക് ഐഡിയൽ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ലോ പ്രഷറും കുറവായിരിക്കുമ്പോഴും ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുമ്പോഴാണ് ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. And the potential energy of molecules is negligible during these conditions. ഈ കണ്ടീഷനിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്ന ഇൻട്രാക്ഷൻ കാരണമാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നെഗ്ലിജിബിൾ ആയിരിക്കും. ആൻഡ് ഓൺലി എനർജി വിൽ ബി കൈനറ്റിക് എനർജി. മോളിക്യൂൾസ് വിൽ ബി ഹാവിങ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി വി ക്യാൻ നെഗ്ലെക്റ്റ്. The ideal gas model tend to fail at low temperatures or high pressures. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഐഡിയൽ ഗ്യാസ് മോഡൽ will fail to explain. We cannot explain the behavior of gases based on ideal gas model. നമുക്കപ്പോൾ ഐഡിയൽ ഗ്യാസ് മോഡൽ ഉപയോഗിക്കാൻ പറ്റില്ല ഗ്യാസസിൻ്റെ ബിഹേവിയർ പറയാൻ വേണ്ടിയിട്ട്. എപ്പോഴാണത് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ലോ ടെമ്പറേച്ചറിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസ് കൂടുതൽ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുന്ന, ഇൻട്രാക്ഷൻസ് കൂടും. അതേപോലെ തന്നെ ഹൈ പ്രഷറിലും മോളിക്യൂൾസ് വിൽ ഇന്ററാക്ട് മോർ വെൻ ദ മോളിക്കുലർ ഫോഴ്സസ് ആൻഡ് മോളിക്കുലർ സൈസസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ കണ്ടീഷൻസിൽ അതായത് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷേഴ്സിലും മോളിക്യൂൾസ് കൂടുതൽ അടുത്ത് വരുന്നത് കൊണ്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സസും പിന്നെ എന്താ ഉള്ളത്, സൈസ് ഓഫ് ദ മോളിക്യൂൾസ് ഇമ്പോർട്ടൻ്റ് ആവും. നമ്മൾ പറഞ്ഞത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് പോയിന്റ് മാസസ് ആണ് വിച്ച് ഹാവ് നോ ഇൻട്രാക്ഷൻ. പക്ഷേ ഈ കണ്ടീഷൻസിൽ ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും മോളിക്യൂൾസ് കൂടുതൽ അടുത്ത് വരികയും അതിൻ്റെ സൈസും ഇമ്പോർട്ടൻ്റ് ആവും, ഇന്റർമോളിക്കുലർ ഫോഴ്സസും ഇമ്പോർട്ടൻ്റ് ആവും. then it behaves different from ideal gas behavior.
നെക്സ്റ്റ് ഇസ് ബോയിൽസ് ലോ. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ബോയിൽസ് ലോ. ബോയിൽസ് ലോ പറയുന്നത് എന്താണ്? P is inversely proportional to V. Pressure is inversely proportional to volume. Boyle's law states that at absolute pressure, Boyle's law states that the absolute pressure exerted by given mass of ideal gas is inversely proportional to the volume it occupies if both temperature and amount of gas is constant. ടെമ്പറേച്ചറും ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതാണ് എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചറും എമൗണ്ട് ഓഫ് ഗ്യാസും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ പ്രഷർ ഓഫ് ദി ഗ്യാസ് വിൽ ബി inversely proportional to volume it occupies. Pressure is inversely proportional to volume. ഇതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞാൽ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പ്രോഡക്റ്റ് ഓഫ് പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ്, ഓർ at any time P product of P and V is constant. Therefore we can write P1 V1 equal to P2 V2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിലെ പ്രഷർ ആൻഡ് വോളിയം ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്. 1 എന്ന സ്റ്റേറ്റിലെ പ്രഷറും വോളിയമാണ് P1 V1. വേറൊരു സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റിലെ പ്രഷറും വോളിയമാണ് P2 V2. ഇതിന്റെ പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പിയുടെയും വിയുടെയും പ്രോഡക്റ്റ് എപ്പോഴും constant ആണ്. Therefore we can write P1 V1 is equal to P2 V2. ഏത് ഇൻസ്റ്റന്റിൽ എടുത്താലും product of P and V is a constant. Next is Charles law. ഇതും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറയുന്നത് volume of gas is proportional, directly proportional to temperature of the gas. Charles law states that when the pressure of gas is held constant, then volume of gas is directly proportional to its temperature. അതായത് ഗ്യാസിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം കൂടിയാൽ ടെമ്പറേച്ചറും കൂടും. എപ്പോഴാണ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ. Therefore, V by T is a constant, or V1 by T1 equal to V2 by T2. V1 എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റിലെ വോളിയമാണ്. അതേ സമയത്ത് T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ് സിസ്റ്റത്തിന്റെ. V2 T2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിലെ വോളിയവും ടെമ്പറേച്ചറാണ്. V2 T2. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് V by T is a constant. ഏത് സമയത്ത് എടുത്താലും V by T is a constant. ഇനീഷ്യലിലെ V by Tയും ഫൈനൽ സ്റ്റേറ്റിലെ V by Tയും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് V1 T1 ഈക്വൽ ടു V2 T2. ഇതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇതാണ്: equal volumes of all gases at condition of same temperature and pressure have same number of molecules. അതായത് ഒരേ വോളിയത്തിലുള്ള എല്ലാ ഗ്യാസും, ഐഡിയൽ ഗ്യാസിന്റെ കേസാണ് കേട്ടോ, ഒരേ വോളിയത്തിലുള്ള എല്ലാ ഗ്യാസസും അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ ഇറ്റ് വിൽ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഈക്വൽ വോളിയംസ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് V ഈസ് പ്രൊപ്പോർഷണൽ ടു N. V കൂടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടും. അത് എല്ലാ ഗ്യാസിനും സെയിം ആണെന്നാണ് പറഞ്ഞത്. Therefore V by N is a constant. V is proportional to N, where N is the number of moles or molecules or atoms. Therefore V by N is a constant. And the N is number of moles, and 1 mole is equal to 1 mole എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അവഗാഡ്രോ നമ്പർ is 6.022 into 10 raised to 23 molecules. ഇത്രയും മോളിക്യൂൾസ് ചേരുന്നതാണ് 1 മോൾ, അല്ലെങ്കിൽ ഇത്രയും ആറ്റംസ് ചേരുന്നതാണ് 1 മോൾ എന്ന് പറയുന്നത്.
ഇനിയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് പോകുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് കോമ്പിനേഷൻ ഓഫ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ, and it is given by this equation PV equal to NKT, where P is the pressure of the gas, V is the volume, N is the number of molecules or atoms, K is the Boltzmann constant, T is the temperature of the gas. This value of K, Boltzmann constant value എന്ന് പറയുന്നത് 1.38 into 10 raised to minus 23 meter square kilogram per second square per Kelvin ആണ്. It is also the unit can be written as joules per Kelvin. Joules per Kelvin എന്ന് എഴുതാം. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് യൂണിറ്റ് ആണ്. ഇനി if n is equal to, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. if n is equal to n, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആയാൽ എന്താണ്, then this product NaK റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന NaK can be written as R or universal gas constant. Na ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതി 6.023 into 10 raised to 23. K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ യൂണിറ്റ് അതിന്റെ വാല്യൂ 1.38 into 10 raised to minus 23 joules per Kelvin ആണ്. Then if we take product of NaK, it will be a constant and it is known as universal gas constant R. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് പറയുന്നത്. ഇതിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 8.314 ജൂൾ പെർ മോൾ പെർ കെൽവിൻ. 8.314 ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കോൺസ്റ്റന്റ് അറിഞ്ഞിരിക്കണം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ 8.314 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ്. Then we can write, if n is equal to Na, we can write PV equal to RT. This is known as ideal gas equation. Ideal gas equation ഈ ഇക്വേഷനെയാണ് പറയുന്നത്. PV equal to RT is known as ideal gas equation. This is for 1 mole. When there are more than 1 moles, number of moles is small n. Number of moles small n ആണെങ്കിൽ equation will be PV equal to small n into R into T. This is the ideal gas equation. നെക്സ്റ്റ് ഇസ് ഐസോതെർമൽ. ഒരു ബേസിക് കാര്യമാണ് ഐസോതെർമൽ എന്താണെന്നുള്ളത്. അതിനു മുമ്പ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണെന്ന് പറയാം. ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓർ PV ഡയഗ്രാം എന്ന് കൂടി ഇതിനെ പറയും. ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ PV ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ P will be on y axis and V will be on x axis. V പ്ലോട്ട് ചെയ്യുന്നത് x ആക്സിസിലും P കാണിക്കുന്നത് y ആക്സിസിലുമാണ്. ഇതിനെ PV ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഒരു സ്റ്റേറ്റ് നമുക്ക് അതിന്റെ പ്രഷറും വോളിയവും ഉപയോഗിച്ച് കാണിക്കാൻ പറ്റും. This is a gas. This is indicator diagram of a gas undergoing expansion process. അതായത് ഒരു ഗ്യാസ് ഒരു വോളിയത്തിന്റെ അകത്തിരിക്കുകയാണ്, ഒരു കണ്ടെയ്നറിന്റെ അകത്തിരിക്കുകയാണ്. അത് എക്സ്പാൻഡ് ചെയ്യുകയാണ്, വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസ് കൂടുതൽ ഡിസ്റ്റന്റ് ആവും. Therefore pressure will decrease. Intermolecular forces decrease and pressure decreases. അപ്പോൾ ഈ പ്രോസസ് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രഷർ കുറയുന്നു, അതാണ് ഇങ്ങനെ ഒരു ആരോ ഇങ്ങനെ വന്നിരിക്കുന്നത്. പ്രഷർ കുറയുകയാണ്. ആൻഡ് വോളിയം ഈസ്
വോളിയം ഇസ് ഇൻക്രീസിങ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം കൂടുന്നു. ഈ ആക്സിസിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. പ്രഷർ കുറയുന്നു അല്ലേ? ഈ ഗ്രാഫിൽ അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പാണ്. പ്രഷർ മുകളിൽ നിന്ന് താഴോട്ടല്ലേ പോകുന്നത്. ഈ ആരോ നോക്കാം, ഈ ഡയറക്ഷനിൽ പോകാൻ പ്രഷർ കുറയുന്നു. വോളിയം എന്താ സംഭവിക്കുന്നത്? വൈ ആക്സിസിൽ കൂടുകയാണ് ചെയ്യുന്നത്, എക്സ് ആക്സിസിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം കൂടും, പ്രഷർ കുറയും. അതാണ് എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതേപോലെ കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? വോളിയം കുറയാണ് ചെയ്യുന്നത്, മോളിക്യൂൾസിനെ കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പ്രഷർ കൂടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ളതാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആരോ ഇട്ടേക്കുന്ന ഡയറക്ഷൻ എക്സ്പാൻഷൻ ആണ്. നേരെ തിരിച്ച് ആരോ ഇട്ടാൽ വോളിയം കുറയും, പ്രഷർ കൂടും. അതാണ് കംപ്രഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു തെർമോഡൈനാമിക് പ്രോസസ്സിനെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം, PV ഡയഗ്രാം എന്ന് പറയുന്നത്. A system in this figure is undergoing thermodynamic process from state A to state B. State Aയിൽ നിന്ന് Bയിലേക്ക് പോവുകയാണ് സിസ്റ്റം. Then let HG be a small expansion. ഈ ഫിഗറിലെ HG എന്ന് പറയുന്ന പാർട്ട്, ഈ പാർട്ട് ഒരു സ്മോൾ എക്സ്പാൻഷൻ ആണ് കാണിക്കുന്നത്. ദിസ് പാർട്ട്. During this part, the gas is undergoing small expansion of volume. Let us represent it by dV. അതിനെ നമുക്ക് dV എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? തെർമോഡൈനാമിക്സിൽ നമ്മൾ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ല എഴുതുന്നത്. ഇവിടെയുള്ള വേരിയബിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് ഡൺ പറയുന്നത്. ഇവിടെ P ഇൻറ്റു ഡി വി ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. dW is P ഇൻറ്റു ഡി വി. ഈ ഡയഗ്രത്തിൽ P എന്ന് പറയുന്നത് EH ആണ്. EH is the pressure of this process. EHൽ നിന്ന് FGയിലേക്ക് ചെറിയൊരു ചേഞ്ചാണ് ഉണ്ടാകുന്നത്. സ്മോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ചെറിയൊരു പ്രഷർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് വോളിയം ചേഞ്ച് ഇസ് ഗിവൺ ബൈ EF. EF എന്ന് പറയുന്നത് വോളിയം ചേഞ്ച് ആണ്. അതിനെ നമ്മൾ dV എന്ന് വിളിക്കാം. സ്മോൾ ചേഞ്ച് ഇൻ വോളിയത്തിനെ നമുക്ക് dV എന്ന് വിളിക്കാം. Therefore work done is P into dV, or from the diagram it is EH into y-axisലെ ഡിസ്റ്റൻസിനാണ് പറഞ്ഞത് EH into EF. EF is dV, EH is pressure. So product of EH into EF is the work done, total work done, or the area of the shaded portion. ഈ ഫിഗറിലെ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് വർക്ക് ഡൺ ഫോർ ദി സ്മോൾ വോളിയം എക്സ്പാൻഷൻ. ചെറിയ എക്സ്പാൻഷനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ്. ഏരിയ ഓഫ് EFGH. നമ്മൾ ടോട്ടൽ കംപ്ലീറ്റ് പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ ഗ്യാസ് എക്സ്പാൻഡഡ് ഫ്രം വോളിയം V1 to V2, അതാണ് കംപ്ലീറ്റ് എക്സ്പാൻഷൻ എടുത്താൽ കിട്ടുന്നത്. അത് ആ സമയത്തുള്ള വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ദിസ് വർക്ക് ഡൺ dW ഫ്രം വോളിയം V1 to V2. ഇവിടെ വേരിയബിൾ dV ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ for expansion AB is given by integral from V1 to V2 PdV. Integral from V1 to V2 PdV ആണ് work done for complete process, complete expansion എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ ABCDയുടെ ഏരിയ ആണ്. ഈ ചെറിയ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആയിരുന്നു ചെറിയ എക്സ്പാൻഷന് വേണ്ടി വന്ന dV എക്സ്പാൻഷന് വേണ്ടി വന്ന വർക്ക് ഡൺ എങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഫോർ എക്സ്പാൻഷൻ ഫ്രം പോയിന്റ് A to B വിൽ ബി ഏരിയ ഓഫ് ദിസ് കംപ്ലീറ്റ് കർവ്. ഏരിയ അണ്ടർ ദ കംപ്ലീറ്റ് കർവ്. കംപ്ലീറ്റ് കർവിൻ്റെ താഴെ വരുന്ന ഏരിയ ആണ് ടോട്ടൽ വർക്ക് ഡൺ ഫോർ ദി എക്സ്പാൻഷൻ.
ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ബി സി ഡി എ. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പി വി ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദ ഏരിയ അണ്ടർ ദ കർവ് ഓഫ് പി വി ഡയഗ്രാം ഗിവ്സ് ദ ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ്. വർക്ക് ഡൺ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്.